കിഫ്ബി ഫണ്ട് കൊണ്ട് നിർമ്മിച്ച റോഡുകളിൽ നികുതി ചുങ്കം പിരിക്കേണ്ടി വരുമെന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അത് തീരുമാനമായിട്ട് സർക്കാർ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല, പിണറായി സർക്കാർ എടുത്തിട്ടില്ല. പക്ഷെ അതിൻ്റെ പേരിൽ വലിയ വിവാദമാണ്. ഈ കിഫ്ബിയെ എതിർക്കുന്നവരാരൊക്കെയായിരുന്നു? കിഫ്ബിയെ എതിർക്കുന്നവർ രണ്ടു കൂട്ടരാണ്. ഒന്ന് കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ, പിന്നെ ഇവിടുത്തെ കോൺഗ്രസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഉള്ള കോൺഗ്രസ്. ഈ രണ്ട് കൂട്ടരാണ് കിഫ്ബിയെ എതിർക്കുന്നത്. കാരണം കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ കേന്ദ്രം ശ്വാസം മുട്ടിച്ചിട്ട് കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവരാവുന്ന എല്ലാ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നതിന് ശേഷവും ഈ കിഫ്ബി കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം. അപ്പൊ കിഫ്ബി വഴി ഉപയോഗിക്കുന്ന പണം, ഫണ്ട്, സമാഹരിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തണം, പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കേരളം കടമെടുക്കാൻ പാടില്ല എന്ന് കേന്ദ്രം കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ നമുക്കറിയാം. അപ്പൊ കിഫ്ബി വഴിയാണ് പലതും ഇവിടെ നടക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ അനുബന്ധ വികസനം ഉൾപ്പെടെ, റിംഗ് റോഡ്, അതുപോലെ അനുബന്ധ വിഴിഞ്ഞം തുറമുഖത്തോട് ചേർത്തിട്ടുള്ള ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അനുബന്ധ വികസനത്തിനകത്ത് കിഫ്ബി ഫണ്ട് അനിവാര്യമാണ്. ഇതൊന്നും മിണ്ടില്ല. ചില യൂട്യൂബർമാർ വന്നിരുന്നിട്ട് അങ്ങ് തള്ളുകയാണ്. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയില്ല. എവിടെങ്കിലും പിണറായി സർക്കാരിനെതിരെ വല്ലതും പറയാനുണ്ടെങ്കിൽ ഉടനെ തപ്പിയെടുത്തിട്ട് പറയും. ഈ യൂട്യൂബർമാർക്കെതിരെ അല്ലെ ഈ മാപ്രകൾക്കെതിരെ ഞങ്ങൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതികരിക്കും. വന്ന് തള്ളുന്നതിന് ഒരു മര്യാദയില്ല, ഒരു മടിയുമില്ല, അങ്ങ് തള്ളുകയാണ്. പിണറായി സർക്കാരിനെ പിടിക്കുകയാണ്. എന്താണ് കിഫ്ബി കേരളത്തിന് നൽകിയ സംഭാവന? കിഫ്ബി എടുക്കുന്ന പണം പൊതുകടത്തിൽ പെടുത്തരുത് എന്ന് പറഞ്ഞ കേരള സർക്കാരിന്റെ നിലപാടിനെ കേന്ദ്രം തള്ളിക്കളഞ്ഞു. അപ്പൊ കിഫ്ബി കൊണ്ടുവരുന്ന പദ്ധതി മുഴുവൻ നമ്മുടെ കടമെടുപ്പ് പരിധിക്ക് ഉള്ളിൽ കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ കേരളം നന്നാവരുത്, കേരളം മുന്നോട്ട് പോകരുത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വിദേശ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിക്കാം, പൊതുകടം എടുക്കാം. പക്ഷെ കേരളത്തിലെ കിഫ്ബിക്ക് പറ്റത്തില്ല. കിഫ്ബി പൈസ എടുത്താൽ, കടം വാങ്ങിയാൽ അല്ലെങ്കിൽ ഫണ്ട് സ്വരൂപിച്ചാൽ അത് കടമെടുപ്പ് പരിധിയിൽ നമ്മൾ വരുത്തും, നിർബന്ധമാണ്. എന്താ കിഫ്ബി കേരളത്തിന് ചെയ്തത് നമ്മൾ മറന്നു പോകരുത്. കിഫ്ബി ഇതിനകം 87,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് പിണറായി ഒന്നാം സർക്കാർ, രണ്ടാം സർക്കാർ 87,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. അതുകൊണ്ടാണ് റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതി, ശബരിമല വികസനം, നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. ഈ 87,000 കോടി രൂപയില് ഭൂമി ഏറ്റെടുക്കാൻ മാത്രം 20,000 കോടി രൂപ ചെലവഴിച്ചു. 20,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കൽ. അതുപോലെ മറ്റ് വികസന പദ്ധതികൾ, കിഫ്ബി നടപ്പാക്കിയ വികസന പദ്ധതികൾ 67,437 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. 1,140 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 20,000 കോടി രൂപ. അങ്ങനെ 87,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടന്നത് കിഫ്ബി വഴിയാണ്. കേന്ദ്രം എന്ത് തന്നു? വിഴിഞ്ഞത്തിനുൾപ്പെടെ അതിന് തള്ളുന്ന കുറെ യൂട്യൂബർമാരുണ്ടല്ലോ, മാപ്രകളും ഉണ്ടല്ലോ. കേന്ദ്രം എന്ത് തന്നു? കേരളം ഇതെങ്ങനെ മറികടന്നു? കേരളം സാമ്പത്തികമായിട്ട് ഇപ്പം വളരെ ഭദ്രമാണ്. കേന്ദ്രത്തിന്റെ വരിഞ്ഞുമുറുക്കൽ ഇല്ലെങ്കിൽ കേരളം ഇതിനു മുമ്പ് എത്രയോ കുതിച്ച് എത്തുമായിരുന്നു. ഈ വരിഞ്ഞുമുറുക്കലിനെല്ലാം മറികടന്ന് കേരളം നേടിയ നേട്ടമാണ് ഈ പറയുന്നത്. വെറുതെ പറയുകയല്ല. അതും ഇപ്പൊ കുടിവെള്ളമാവട്ടെ, റോഡാവട്ടെ, പാലമാവട്ടെ, കെട്ടിടങ്ങളാവട്ടെ, വൈദ്യുതി ലൈനാവട്ടെ, മേൽപ്പാല നിർമ്മാണം, കീഴ്പ്പാലം, അടിപ്പാത നിർമ്മാണം, എന്തും ആവട്ടെ. അതുപോലെ വനവേലി കെട്ടുന്നതിന് വരെ, വനത്തിൽ വന്യമൃഗങ്ങള് കൃഷിഭൂമിയിലേക്ക് വരാതിരിക്കാനുള്ള വനവേലി കെട്ടുന്നതിൽ വരെ കിഫ്ബിയുടെ പൈസയുണ്ട്. മനസ്സിലാക്കണം. കേന്ദ്ര വനനിയമം അറിയാമല്ലോ. അതാരെ പരിഹരിക്കേണ്ടത്? കേന്ദ്രമല്ലേ.
കേരളത്തിനെതിരെ സമരം ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പൊ അങ്ങനെ വളരെ മാതൃകാപരമായിട്ട് നികുതി ഇതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിട്ടാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. റവന്യൂ, ടാക്സ്, നോൺ ടാക്സ് വരുമാനം രണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളം ഈ സമ്പത്ത് സമാഹരിക്കുന്നത്. അപ്പൊ ഇവിടെ കിഫ്ബി വരുന്ന റോഡില് ഒരു ടോൾ ഏർപ്പെടുത്തിയാൽ കേരളം അങ്ങ് പൊട്ടിത്തെറിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയപാതയിൽ ടോൾ പിരിക്കാം. കിഫ്ബി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യം ഇവിടെ എടുത്തു പറയുക. കിഫ്ബിയുടെ ഒരു റോഡിലും കിഫ്ബി വഴി നിർമ്മിക്കുന്ന റോഡിലും ടോൾ പിരിക്കില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സത്യമാണ്. ഇപ്പൊ ടോൾ പിരിക്കണം നിർദ്ദേശം വന്ന എവിടെ നിന്നാണ് വരാൻ കാര്യം? എന്താണ് കാര്യം? അതായത് ഇങ്ങനെ ദേശീയപാത നിർമ്മിച്ച് ടോൾ കേന്ദ്രം പിരിക്കുന്നുണ്ട്. ഒരു 5 പൈസ അതിന്റെ ഗുണം കേരളത്തിന് കിട്ടുന്നില്ലല്ലോ. കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടുന്നില്ല. വരുമാന പരിധി വെച്ചിട്ട് കടബാധ്യത പരിധി വെച്ചിട്ട് കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു. അപ്പോ മുൻപ് പ്രഖ്യാപിച്ച നിലപാടിൽ ഒരു മാറ്റം അനിവാര്യമാണ്. കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ ചെറിയ തുക ടോൾ പിരിക്കേണ്ടി വരും. ഒരാള് 10-20 രൂപ അല്ലെ 50 രൂപ അല്ലെ 100 രൂപ ഒരു കിഫ്ബി റോഡ് വഴി വണ്ടി ഓടിച്ചുമ്പോ കൊടുത്താലേ കേരളം മുടിഞ്ഞു പോവോ? അത് കേരളത്തിന് വരുമാനമാണ്. ജനങ്ങൾ അത് കൊടുക്കാൻ തയ്യാറാണ്. നികുതി നമ്മൾ നികുതി എല്ലാം അടയ്ക്കുന്നില്ല, പല നികുതി അടയ്ക്കുന്നല്ലോ. വീട്ടുകരം, വസ്തുക്കരം ഉൾപ്പെടെ പല നികുതി അടയ്ക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതയിൽ നികുതി അടയ്ക്കുന്നതിന് ആർക്കും ഒരു മടിയുമില്ലല്ലോ. അപ്പൊ കിഫ്ബി വഴി ഒരു ചെറിയ തുക ഇങ്ങനെ ടോൾ പിരിച്ചാൽ അത് വിഴിഞ്ഞത്തിന് ഗുണം ചെയ്യും, അനുബന്ധ വികസനത്തിന് ഗുണം ചെയ്യും, കേരളത്തിലെ മറ്റു കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ ടോള് പിരിക്കണം എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ വളരെ സുനിശ്ചിതമായ അഭിപ്രായം. നാടിന്റെ വികസനത്തിന് വേണ്ടി ആ ടോൾ നൽകാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. വേറൊരു വർത്തമാനകാരും പറയണ്ട. സർക്കാർ തീരുമാനം എടുക്കണം. ഇതുവരെ എടുത്തിട്ടില്ല, നിർദ്ദേശം വന്നു എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കണം. ജനങ്ങൾ സുമനസ്സോടെ അത് തരാൻ തയ്യാറാവും. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ തന്തൈ പെരിയോർ പറഞ്ഞത് EV രാമസായി നായ്ക്കർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മൾ ഒന്നുകൂടി ഇവിടെ ഓർക്കുക. അപ്പോ ബ്രാഹ്മണര് മൂർധാവിൽ നിന്നുണ്ടായി, ക്ഷത്രിയൻ ബാഹുക്കളി നെഞ്ചിൽ നിന്നുണ്ടായി, പിന്നെ വൈശ്യര് നാഭിൽ നിന്നുണ്ടായി, ശൂദ്രൻ കാലിൽ നിന്നുണ്ടായി. അപ്പോ ഇവരൊക്കെ അങ്ങനെ ഉണ്ടായവരാണ്. പക്ഷെ ഞങ്ങള് തന്തയ്ക്ക് പിറന്നവരാണ്. ഞങ്ങൾക്ക് ഓരോ തന്തയുണ്ട്. ഞങ്ങള് ജനിച്ചത് നമുക്കൊരു തന്തയുണ്ട്. അതാണ് തന്തയ്ക്ക് പിറന്നവരാവണം എന്ന് പെരിയോർ പറഞ്ഞത്. മനസ്സിലായോ? പെരിയോർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഈ വന്നിരുന്ന് തള്ളുന്ന മാപ്രകള്, ചില യൂട്യൂബർമാര് ആദ്യം തന്തയ്ക്ക് പിറക്കണം എന്നാണ് അതിന്റെ അർത്ഥം. കൂടുതലൊന്നും പറയുന്നില്ല.